ഫീ മആനീകൽ അനാം തങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ, മാനയുടെ ബഹുവചനം മആനി, തങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ, ഹഖീഖത്തിൽ, അൽ അനാം മനുഷ്യർ ഖത്തബദ്ദത് ഹായിരീൻ അവർ വ്യത്യസ്തമായി പരിഭ്രമിച്ചിരിക്കുന്നു. ഹഖീഖത്ത് മുഹമ്മദിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിപ്രാളം പിടിച്ച ശൈലിയാണ് ചർച്ച ചെയ്ത എഴുതിയ എല്ലാ എഴുത്തുകാരുടെ വാക്കിലും നമുക്ക് വായിക്കാൻ കഴിയുക. തങ്ങളാര്, തങ്ങളെ സംബന്ധിച്ച് എഴുതുമ്പോൾ ഇടരാത്ത മനസ്സോ പേനയോ ഇല്ല. ഫീ മആനികൽ അനാം ഖത്തബദ്ദത് ഹായിരീൻ എങ്ങനെ അങ്ങനെ ആവാതിരിക്കുക? കാരണം അന്തലി റുസുലിക്ക് ഖിതാം 1,24,000 നബിമാർക്കും തങ്ങൾ അവസാനത്തെ വ്യക്തിയാണല്ലോ, അല്ലെങ്കിൽ 313 മുർസലീങ്ങൾക്ക് തങ്ങൾ അവസാനത്തെ വ്യക്തിയല്ലേ, പിന്നെ എങ്ങനെ അങ്ങനെ സംഭവിക്കാതിരിക്കുക? മാത്രമല്ല അന്തലിൽ മൗലാ ശകൂർ അല്ലാഹുവിനെ ഏറ്റവും ശുക്ർ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, നന്ദി ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നബീനാ റസൂലുള്ളാഹി, യജമാനനായ അല്ലാഹുവിനെ ഏറ്റവും ശകൂർ. അന്തലിൽ മൗലാ ശകൂർ വല്ലാതെ ശുക്ർ ചെയ്യുന്ന ഫൗൽ എന്ന വചനാണ്. ഇനി അവിടത്തോട് സഹായം ചോദിക്കുകയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീർ യാ നദീർ. അബ്ദുക തങ്ങളുടെ അടിമ, തങ്ങളുടെ അടിമ എന്ന് തങ്ങളോട് പറയുന്നത് അത് ഇസ്ലാമിന്റെ പ്രയോഗമാണ്. മഹാനായ ഹാക്കിം തങ്ങൾ അവിടുത്തെ മുസ്തദറക് എന്ന കിതാബിൽ ബാബുൽ ഇൽമിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന അബ്ദുഹു, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അബ്ദാണ്. മഹാനായ അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ വലിയ മഹാനും മുഫസ്സിറും ആരിഫുമാണ്. ആ മഹാൻ സമർഖന്ദി തങ്ങൾ അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിന്റെ ലാസ്റ്റ് ഹദീസ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഹദീസിൽ കാണാം, അന അബ്ദുഹു വ ഖാദിമുഹു, ഞാൻ നബി തങ്ങളുടെ അടിമയാണ്. മഹാന്മാരൊക്കെ ആ വാക്ക് പറഞ്ഞവരും ഉദ്ധരിച്ചവരുമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാകുന്നതിൽ ഒരു മോശവുമില്ല, അബ്ദ് എന്ന് പറയുന്നതിൽ ഒരു മോശവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാണ്. മഹാനായ അഹ്മദ് ഖാശാലിയാത്തി ഇർശാദാത്ത് ജിഫ്രിയിൽ കൊണ്ടുവന്നതായി കാണാം, ഉല്ലാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ യാ ഇബാദി എന്ന് അല്ലാഹു തആല വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാഹുവിനോട് എന്ന തഫ്സീർ. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് നബിയെ തങ്ങൾ ജനങ്ങളോട് പറയുക. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിക്കുകയാണ് അല്ലാഹു തആല എന്റെ അടിമകളെ എന്ന് ജനങ്ങളെ വിളിക്കാൻ. അത് ശാലിയാത്തി ആ തഫ്സീർ കൊടുത്തതായി കാണാം, കൊണ്ടുവന്നതായി കാണാം. അങ്ങനെ അബ്ദ്, പക്ഷേ അബ്ദുൻ നബി എന്ന് പേരിടുന്ന വിഷയത്തിൽ, അതിനെ വിളിക്കാൻ പറ്റുന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അതിനെ പേരിടുന്ന വിഷയത്തിൽ ഷാഫി മദ്ഹബും അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബും തമ്മിൽ തർക്കത്തിലാണ്. ഷാഫി മദ്ഹബിൽ അബ്ദുൻ നബി എന്ന് പേരിടൽ ഹറാമാണെന്നാണ് ബലപ്പെട്ട അഭിപ്രായം. എന്നാൽ അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ ഹറാമില്ല, തെറ്റില്ല. അബ്ദുൻ നബി എന്നും ഗുലാം റസൂൽ എന്നും അവർ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. എത്ര ഇമാമിങ്ങളെ പേര് തന്നെ അബ്ദുൽ നബി എന്ന് കാണാൻ കഴിയും. അബ്ദുൽ നബി എന്ന് പേരിടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ്. അല്ല, പേരിടരുത്, വിളിക്കുന്നത് വേറെ പേരിടൽ വേറെ എന്നാണ് ഷാഫി മദ്ഹബ്. അതൊരു മദ്ഹബിയായ ഫിഖ്ഹിയായ മസ്അലയാണ്, ശിർക്ക് തൗഹീദുമായി ബന്ധമുള്ള ഒന്ന് അല്ല. അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം നബിയുടെ മക്കളുടെ, അല്ലെങ്കിൽ ഞാൻ മനുഷ്യ കുലത്തിന്റെ സയ്യിദാണ്. സയ്യിദിന്റെ താഴെയുള്ളവർക്കാണ് അബ്ദ് എന്ന് പറയുക. ആ ഹദീസ് സൂചിപ്പിക്കുന്നു നമ്മളൊക്കെ അബ്ദാണ്. അബ്ദുക, തങ്ങളുടെ അബ്ദ്. അൽ മിസ്കീൻ, കയ്യിലൊന്നുമില്ലാത്ത പാവമായ, എല്ലാ സ്ഥലത്തും അടങ്ങി നിൽക്കേണ്ടി വരും. മിസ്കീനാകുമ്പോ പൊന്തിക്കാൻ കഴിയൂല. എല്ലാരും നാസ്താക്കുമ്പോ, നാസ്താക്കാൻ മണ്ടുമ്പോ ഇവൻ അവിടെ അടങ്ങിക്കും. ഞാനില്ല, എന്തേ പൈസ ഇല്ല കയ്യിൽ, മിസ്കീനായി സക്കന അടങ്ങി. ഓരോരുത്തര് 1000, 2000, 3000 എന്ന് പറയുമ്പോ ഓൻ പറയില്ല, എന്തേ ഓൻ അടങ്ങിക്കും, ഇതാ ഓന് സക്കന അടങ്ങി മിസ്കീനായി. ഇങ്ങനെ മിസ്കീൻ എല്ലാ സ്ഥലത്തും അടങ്ങിയവനായിരിക്കും. അതുകൊണ്ടാണ് മിസ്കീൻ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ് മിസ്കീൻ. അത് സുക്കൂനുൽ ഖൽബിൽ നിന്ന് പോകുന്ന മിസ്കീനാണ് നബി തങ്ങളുടെ മിസ്കീൻ എന്നും, സാമ്പത്തിക മിസ്കീനല്ല എന്നും. സാമ്പത്തിക മിസ്കീനാണ് തങ്ങൾ എന്ന് പറയുന്നവനെ അടിക്കണമെന്നാണ് ഇമാമിയങ്ങളിൽ വലിയ വലിയ ഇമാമിയങ്ങൾ പറഞ്ഞത്. സുബ്കി തങ്ങൾ, ഗസാലി തങ്ങൾ, ഖുർത്തുബി തങ്ങൾ, പല ഇമാമിയങ്ങളും മിസ്കീൻ എന്ന് പറയുന്നതിനെ മുത്തുനബി മിസ്കീനാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന അമിത്നി മിസ്കീന വശുന്നി വദം ഫി സുമറത്തിൽ മസാക്കീൻ എന്നൊരു ഹദീസ് കാണാം. അത് കണ്ടിട്ട് തങ്ങൾ മിസ്കീനാണ് എന്ന് പറയാൻ പാടില്ല.
അത് മസ്കനത്തുൽ ഖൽബാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ അടങ്ങിയതായ ഖൽബ് ഉടമ എന്നുള്ള ഒരു മിസ്കീനുണ്ട്. ഔലാ ഫഖീരിൻ ഇലാ മൗലാ വ മിസ്കീനി എന്ന് പറഞ്ഞ മിസ്കീൻ, ആ മിസ്കീൻ അത് സൂഫിയത്ത് ഉപയോഗിക്കുന്ന ഒരു മിസ്കീനാണ്. നുബുവത്തിന്റെ മർത്തബയിലും അങ്ങനെ ഒരു മിസ്കീനുണ്ട്. അങ്ങനെ 3-4 മിസ്കീനുണ്ട്. ഇത് നമ്മൾ പറയുന്നത് ഭാഷാപരമായ മിസ്കീനാണ്. നമ്മളൊക്കെ ഭാഷാപരമായ മിസ്കീനാണ്. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ തങ്ങളെ അടിമ. അൽ മിസ്കീൻ, കയ്യിലൊന്നുമില്ലാത്ത ഇബാദത്തൊന്നുമില്ലാത്ത അടിമ. യർജു ഫദ്ല, തങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്ന നബിയെ, തങ്ങൾ എനിക്ക് വല്ലതും തരണം നബിയെ. അൽ ജമ്മൽ ഗഫീറ, അൽ ജമ്മ കഥീറായ ഫദ്ല്, അവിടുത്തെ ഒരു ഫദ്ല്, ചെറിയൊരു ഫദ്ല് അവിടുന്ന് കിട്ടിയാൽ അത് നമുക്കത് വലിയതാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഫദ്ലും വലിയതാണ്. അപ്പോൾ അവിടുത്തെ വലിയ ഫദ്ലോ പിന്നെ പറയാൻ ഫദ്ലൊക്കെ തങ്ങളുടെ ഒരൗദാര്യം. അൽ ജമ്മ, വലിയ ഒരൗദാര്യം. അങ്ങനെയാണല്ലോ ഖുർആന്റെ ശൈലിയും. അള്ളാഹുവിന്റെ ഒരനുഗ്രഹം എണ്ണിയാൽ ഒന്നിനെ ക്ലിപ്തമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ കഥീറായ ഒരു ഫദ്ല്, അഥവാ ഫദ്ലൊന്നാണെങ്കിലും അത് എത്രയോ വിടവുകൾ തീർക്കാൻ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. റസൂലുള്ളാഹി ഉമ്മനീര് കൊടുത്തതാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിനെ എത്രയും സ്ഥാനത്തെത്തിച്ചതെന്ന് 10ാമത്തെ വയസ്സിൽ തൊള്ളയിൽ തുപ്പിക്കൊടുത്ത സംഭവം ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ 100 കണക്കിന് ഇമാമിങ്ങൾക്കത് റസൂലുള്ള ചെയ്തു കൊടുത്തിട്ടുണ്ട്. തങ്ങളെ കയ്യിൽ നിന്ന് ഒരു ഫദ്ല് കിട്ടിയാൽ എല്ലാം കിട്ടിയവരായി. ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, ആ ജമ്മൽ ഗഫീർ കസീറായ, എല്ലാത്തിനെയും മറക്കാൻ പറ്റിയ, ഭൂമിയെ പാടെ മറച്ചു വെക്കുന്ന കൂട്ടം ജനതക്കാണ് ഗഫീർ എന്ന് പറയുന്നത്. ഗഫറ എന്ന് പറഞ്ഞാൽ സത്തറാന്ന്, ഒരു ജവ്വിയായ ഒരു മുകളിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ഭൂമിയെ കാണൂല, അത്രയും പൊതിഞ്ഞു നിൽക്കുന്ന ജനത, അതാണ് ഗഫീർ അഥവാ കസീർ, അഥവാ ഏറ്റവും വലിയതായ എല്ലാത്തിനെയും മറച്ചു വെക്കാൻ പറ്റിയ ഫദ്ലാണ് അവിടുത്തെ ഒരു ഫദ്ല് തന്നെ. ആ ഫദ്ലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു പാവപ്പെട്ട അടിമ, ഒരു മിസ്കീനായ അടിമ നിൽക്കുന്ന നബിയെ, എനിക്ക് കാര്യമായി തങ്ങളുടെ മുമ്പിൽ ഒന്നും വെക്കാനില്ല, കയ്യിലൊന്നുമില്ല, അമലില്ല, ഒന്നുമില്ല, തഖ്വയില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ തങ്ങളോട് തന്നെ നന്നാക്കിയവനാണ്. തങ്ങളെ സംബന്ധിച്ച് നല്ലതല്ലാതെ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. അത് അഹ്സൻ തുലന്നി, തങ്ങളെ പറ്റി എനിക്ക് നല്ല വന്നാണ് നബിയെ, അതല്ലാതെ എന്റെ മുതൽ കൂട്ടായ ഒന്നുമില്ല നബിയെ. അതുകൊണ്ട് തങ്ങൾ എനിക്ക് അവിടുത്തെ ഫദ്ല് തരണേ എന്നായിരിക്കണം നമ്മൾ ഈ ടൈമിലൊക്കെ ഈ ബൈത്തൊക്കെ ചെല്ലുമ്പോൾ ചിന്തിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. അത് അഹ്സൻ തുലന്നി, അത് കയ്യിലിരിപ്പിലെ ഏറ്റവും വലിയ ഒന്നാണ്. മുത്തുനബിയെ പറ്റി അഹ്സനല്ലാതെ ഇഹ്സാനല്ലാതെ ഒരു കുബുഹിന്റെ ഏതെങ്കിലും ഒരു ഇതാബിന്റെ ഏതെങ്കിലും ഒരു നുഖ്സാനിന്റെ ചിന്ത എന്റെ കൽബിൽ വരാറില്ല. വരുന്നെന്ന് തോന്നിപ്പിക്കുന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ വല്ലാത്ത പ്രയാസമാണ്. ആ രൂപത്തിലാകുമ്പോഴാണ് അഹ്സൻ തുലന്നി എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ സ്ഥാനത്തിനെ താഴ്ത്തുന്ന കൗമിനെ കാണുന്നതിലും കേൾക്കുന്നതിലും വെറുപ്പ് വരാത്ത കാലത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബ് ഇഹ്സാനുള്ളൻ അവൻക്കുണ്ടാവുകയില്ല. അവൻ ജനസമൂഹത്തെ പിടിച്ചു പറ്റാൻ നടക്കുന്ന ഒരു ഹോബിക്കാരൻ മാത്രമാണ്. അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ജീവിതം, അങ്ങനെയല്ല. നബിയെ തങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഹുസ്നുല്ലന്നാണ്, ഇഹ്സാനുല്ലൻ, അതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ്. അതാണ് കൽബിനകത്ത് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഈമാനിന്റെ ശേഷമുള്ള ഏറ്റവും വലിയ ഒന്ന് നബിയോട് കാണിക്കേണ്ടത് ഇഹ്സാനുല്ലന്നാണ്. എനിക്ക് തങ്ങളെ സംബന്ധിച്ച് നല്ല ചിന്തയല്ലാതെ ഒരു നുഖ്സാനിന്റെ ചിന്തയില്ല നബിയെ. ഇതാണ് എന്റെ മുതൽക്കൂട്ട്. തങ്ങളുടെ വലിയ ഫദ്ലിൽ നിന്ന് അല്പം എനിക്ക് തരുക നബിയെ. അത് പ്രതീക്ഷിച്ച് അബ്ദുക്കൽ മിസ്കീൻ, യാ ബഷീർ, യാ നദീർ, എന്നോട് കുറെ നന്മകൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തവരെ എനിക്ക് ആ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യാ നദീർ, ശിക്ഷിക്കപ്പെടുന്ന എത്രയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അതെല്ലാം എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ നിന്ന് മാറി നിൽക്കാനും കഴിഞ്ഞിട്ടില്ല. ബഷീറാണ് തങ്ങൾ, നദീറാണ് തങ്ങൾ, 100 അംഗീകരിക്കുന്ന നബിയെ. എന്റെ കയ്യിലൊന്നുമില്ല. കൽപ്പനക്ക് വഴിപ്പെടാത്തവനും വിരോധിച്ചത് ചെയ്തവനുമാണ്. യാ ബഷീർ, യാ നദീർ, തങ്ങൾ അറിയിച്ചു തരാത്തൊരു തബ്ശീറില്ല, തങ്ങൾ അറിയിച്ചു തരാത്തൊരു ഇൻദാറുമില്ല. ആ നിലക്ക് തങ്ങള് പൂർണ്ണമായി തബ്ലീഗ് ചെയ്തിരിക്കുന്നു എന്നിലേക്ക്. പക്ഷേ ഒന്നുമില്ല നബിയെ, മിസ്കീനാണ് ഞാൻ എന്റെ കയ്യിൽ. പക്ഷേ ഫീക ഖദ് അഹ്സൻതു, ഞാൻ ഇഹ്സാനുള്ളവനാണ്.